ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പുതിയ പ്രമോ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉറിയടി മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത്. കുറേ നാളായി നമ്മൾ ഈ ഉറിയടി മത്സരം കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ പുറത്തിങ്ങനെ ഉറിയടി മത്സരത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ അച്ചാമ്മ ഒന്നും കൂടി അനൗൺസ് ചെയ്യും, ഉറിയടി മത്സരത്തിന് ജയിക്കുന്ന ആൾക്ക് എൻ്റെ വക ഒരു സമ്മാനം ഉണ്ടെന്ന്. 2 ഗ്രൂപ്പായിട്ടാണല്ലോ ഇവർ തിരിച്ചിരിക്കുന്നത്. ഒന്ന് അച്ഛൻ്റെ ഗ്രൂപ്പും ഒന്ന് അമ്മയുടെ ഗ്രൂപ്പും. അതിൽ അമ്മയുടെ ഗ്രൂപ്പിലുള്ളത് ആൺമക്കളും അച്ഛൻ്റെ ഗ്രൂപ്പിലുള്ളത് പെൺമക്കളുമാണ്. അപ്പോൾ നമ്മുടെ വർഷക്കറിയാലോ പൊക്കം കുറവാണെന്ന്. വർഷക്ക് പൊക്കം കുറവായതുകൊണ്ട് ഉറി അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ രേവതി വർഷയെ എടുത്തുകൊണ്ട് ഉറി അടിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ സച്ചി പ്രതികരിച്ച് വരുന്നുണ്ട്. ഇത് ഫൗള് കളിയാണ്, ഇങ്ങനെ കളിക്കാനൊന്നും പറ്റത്തില്ല, ഇത് കള്ളക്കളിയാണെന്ന് പറഞ്ഞ് രേവതിയെ അവിടെ നിന്ന് മാറ്റുന്നു. നിന്റെ നാക്കിന് ഇത്രയും വലിയ നീട്ടം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആ ഉറി ഒന്ന് അടിച്ച് പൊട്ടിക്കെന്ന് സച്ചി വർഷയോട് പറയുകയാണ്. ഇത് കേട്ട് വർഷക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വർഷക്കല്ലെങ്കിൽ തന്നെ സച്ചി ഇഷ്ടമല്ല. കാരണം കിട്ടിയ ചാൻസിനൊക്കെ വർഷയൊക്കെ സച്ചി നല്ലോണം കളിയാക്കാറുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും സച്ചിയെ തോൽപ്പിക്കാൻ നോക്കുവാണ് നമ്മുടെ വർഷ. അതിൻ്റെ ഇടയിൽ സച്ചി ഇങ്ങനെയും കൂടി പറഞ്ഞപ്പോൾ വർഷക്ക് നല്ല ദേഷ്യം വന്നു. വർഷ നമ്മുടെ രേവതിയെ മാറ്റി ഒറ്റക്കുറിയുടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. വർഷക്കും രേവതിക്കും ശ്രുതിക്കും ഒന്നും ഉറിയുടെ മത്സരത്തിൽ ജയിക്കാൻ സാധിക്കില്ല. നമ്മുടെ അച്ഛൻ്റെ ടീം മിക്കവാറും തോക്കും. ചന്ദ്രയാണ് ഈ ഉറിയടി മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത്. കാരണം ചന്ദ്ര ഉറി അടിച്ച് എല്ലാവരും കൂടി ചന്ദ്രയെ സന്തോഷത്തോടെ ആൺമക്കൾ എല്ലാവരും കൂടി പൊക്കുന്ന വീഡിയോ നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചന്ദ്ര തന്നെ മിക്കവാറും ഈ ഉറിയടി മത്സരത്തിൽ ജയിക്കും. അതോ നമ്മുടെ സച്ചി മിക്കവാറും വിട്ടുകൊടുക്കുന്നതായിരിക്കും അമ്മയ്ക്ക് ജയിക്കാൻ വേണ്ടി. നമുക്ക് കാത്തിരുന്ന് കാണാം ഉറിയടി മത്സരം എന്താവുമെന്ന്. അമ്മക്ക് സച്ചിയെ ഇഷ്ടമല്ലെങ്കിലും സച്ചിക്ക് അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുകൊണ്ട് മിക്കവാറും സച്ചി അമ്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തതായിരിക്കും. ഇതിൻ്റെ ഇടയിൽ വേറൊരു രസം കൂടി നടക്കുന്നുണ്ട്. നമ്മുടെ രേവതി ഉറിയടിക്കാൻ വേണ്ടി വടിയും കൊണ്ട് പോകുമ്പോൾ ശ്രുതി അടുത്ത് നിൽപ്പുണ്ടാവും. അപ്പോൾ ഉറിയടിക്കുന്ന സമയത്ത് ആ വടിയും കൊണ്ട് ശ്രുതിയുടെ തലക്കിട്ടൊരടിയും കൊള്ളും. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ചന്ദ്ര രേവതിയെ ചീത്ത പറയുന്നുണ്ട്. നീ മനഃപൂർവ്വം അല്ലേടി എൻ്റെ മോൻ്റെ തല അടിച്ച് പൊട്ടിച്ചത്. ശ്രുതി എന്ന് പറഞ്ഞാൽ ചന്ദ്രക്ക് ജീവനാണല്ലോ. അപ്പോൾ രേവതി ശ്രുതിയുടെ തലക്കിട്ട് കൊട്ടിയപ്പോൾ ചന്ദ്രക്ക് സങ്കടമായി. അതിനെതിരെ രേവതിക്ക് നല്ല ചീത്തയും ചന്ദ്ര പറയുന്നുണ്ട്. പാവൻ രേവതി. പിന്നീട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും തമ്മിലുള്ള സംഭാഷണമാണ്. സച്ചി എന്തോ വളരെ നല്ല വിഷമത്തിലാണ്, എന്താണെന്നറിയില്ല. മിക്കവാറും സച്ചി വിട്ടുകൊടുത്തിട്ടായിരിക്കും ചന്ദ്ര ജയിക്കാൻ പോകുന്നത്. പക്ഷേ ചന്ദ്ര മിക്കവാറും ശ്രുതിയും മറ്റേ ഇളയ മകനും ഉള്ളതുകൊണ്ടാണ് താൻ ജയിച്ചതെന്ന് പറഞ്ഞ് സച്ചി അവഹേളിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മുടെ സച്ചിയുടെ സങ്കടത്തിന് കാരണം. നമുക്ക് എന്തായാലും നാളത്തെ വീഡിയോ കാത്തിരുന്നു കാണാം, എന്താണ് നമ്മുടെ സച്ചിയുടെ വിഷമത്തിന് കാരണം. മിക്കവാറും ഞാൻ ഈ പറഞ്ഞ കാരണം തന്നെയായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.